വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് UDFന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പൻ CPM-നെ വിടാതെ പിന്തുടരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. നിശ്ചയിച്ച സമയത്തിൽ നിന്നും 2.5 മണിക്കൂർ വൈകിയാണ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പട്ടാമ്പിയിലെത്തിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ യാത്രയെ പട്ടാമ്പിയിലെ സ്വീകരണ ചടങ്ങിലേക്ക് അനയിച്ചു. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു VD സതീശൻ സ്വീകരണ വേദിയിലേക്ക് തിരിച്ചത്. മുദ്രാവാക്യം വിളികളുമായി നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ യാത്രയെ അനുഗമിച്ചു. കൽപ്പകയിൽ ഒരുക്കിയ സ്വീകരണ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയായിരുന്നു എത്തിച്ചത്. മഹായുദ്ധത്തിനുള്ള പുറപ്പാണിതെന്നും 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് UDFന്റെ ലക്ഷ്യമെന്നും സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ VD സതീശൻ പറഞ്ഞു. വലിയ കടബാധ്യതയാണ് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. ഖജനാവിൽ നയാ പൈസയില്ല. സർക്കാർ തകർത്ത മേഖലയിൽ നിന്നുമുള്ള പുനരുജ്ജീവനമാണ് UDF നടത്തുക. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിക്കും, ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് കേവലം ഭരണമാറ്റം മാത്രമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്, കേരളത്തിന്റെ മാറ്റം കൂടിയാണ് ഈ ഇതിലൂടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ്. അതായത് കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. എല്ലാം ശരിയാക്കിയെന്ന്, അത് ശരിയാക്കി, എല്ലാം ശരിയാക്കി. ഒരു നാടിന്റെ നഷ്ടം എന്താണ്? സമ്പദ് വ്യവസ്ഥ. ആ നഷ്ടങ്ങൾ തകർന്ന് കിടക്കുകയാണ് കേരളം. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ച് നമ്മളെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. വർഗീയത മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നീങ്ങുന്നത്. വർഗീയത ഏത് കൊലക്കൊമ്പൻ പറഞ്ഞാലും അതിനെ ഏത് കാലത്തും എതിർക്കുമെന്നും VD സതീശൻ തുറന്നടിച്ചു. അയ്യപ്പൻ CPM-നെ വിടാതെ പിന്തുടരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ മറുപടി പോലും പറയാൻ CPM-നാവുന്നില്ലെന്നും VD സതീശൻ സൂചിപ്പിച്ചു. അയ്യപ്പൻ വിടാതെ പിന്തുടരുന്നുണ്ട്, CPM-ല് വിടാതെ പിന്തുടരുക, വിടാതെ ഇല്ലേ? അത് കഴിഞ്ഞപ്പില്ലേ ഇപ്പൊ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം. നേരത്തെ അഫിഡവിറ്റ് കൊടുത്തേക്കുന്നത് എന്താ? സ്ത്രീ പ്രവേശനം വേണം. അന്ന് അതിന്റെ അനുഭവിച്ചാണ്. എന്നിട്ട് എല്ലാ വീട്ടിലും കയറി മാപ്പ് പറഞ്ഞാണ്. അത് അബദ്ധമായി പോയെന്ന്. ഇപ്പൊ അത് തിരുത്തി കൊടുക്കണ്ടേ കോടതിയിൽ സത്യവാങ്മൂലം. അപ്പോ MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു,
അത് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആകാശത്തിലൂടെ പോകുന്ന മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്തുത്തരം പറയും? മാറ്റത്തിന്റെ കാരണം ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? അതാണ് ആർക്കും മനസ്സിലായി. എന്തൊക്കെ പറയും. സ്വീകരണ പൊതുയോഗം പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KP വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ MM ഹസൻ, അനൂപ് ജേക്കബ്, VK ശ്രീകണ്ഠൻ MP, മരക്കർ മാരായമംഗലം, CP മുഹമ്മദ്, CMA കരീം, ഷാനിമോൾ ഉസ്മാൻ, A തങ്കപ്പൻ, ബാലഗോപാൽ, ജിതേഷ് മൊഴിക്കുന്നം, TP ഷാജി, റിയാസ് മുക്കോളി, കമ്മുക്കുട്ടി എടത്തോൾ, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു.